നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള കോളേജുകൾ ഏതാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ഓർക്കുക, ഈ പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രാജുവേഷൻ ഔട്ട്കം എന്ന പേരിലാണ്. അതായത് ഓരോ സ്റ്റുഡൻറ്റും ഒരു കോളേജിലേക്ക് വരുമ്പോൾ അവരവിടുന്ന് പാസ് ഔട്ട് ആയി പോകുമ്പോൾ അവരുടെ കരിയറിൽ എന്തുമാത്രം അഡ്വാൻസ്മെന്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗ്രാജുവേഷൻ ഔട്ട്കം. അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്ലേസ്മെന്റ് ആണ്, എത്രമാത്രം ജോലിയിലേക്ക് അവർക്ക് എത്താൻ പറ്റി എന്നുള്ളതാണെങ്കിൽ. മറ്റൊന്ന് പ്രോഗ്രഷൻ ആണ്, അതായത് ഹയർ സ്റ്റഡീസ് ഒക്കെ പ്രത്യേകിച്ച് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞാണ് IIM-ലൊക്കെ പഠിക്കുക, അതൊക്കെ അവരുടെ പ്രോഗ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം പ്ലേസ്മെന്റും പ്രോഗ്രഷനും ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതും വെറുതെ പറയുകയല്ല, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിസിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓർക്കുക, ഞാൻ കേരളത്തിലെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് കൺസോർഷ്യത്തിന്റെ ചെയർമാനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പലതിലെയും പ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ അത്യാവശ്യ ഒരു ധാരണയുണ്ട്. എന്നാൽ ആ ധാരണയുടെ പുറത്തല്ല, മറിച്ച് ചില സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിസിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് ഉള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റികളൊക്കെയാണ് നൽകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നോക്കുക, ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് KIRF റാങ്കിംഗ് ആണ്. KIRF എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഒരു റാങ്കിങ് കേരള ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് 2025 റാങ്കിംഗ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. ഇത് 2026 പബ്ലിഷ് ആയത്. ഇതിനകത്ത് കേരളത്തിലെ മികച്ച 100 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിലെ ടോപ്പ് 10 കോളേജുകൾ എടുത്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള സ്ഥാപനങ്ങൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓർക്കുക, ഇതേ രീതിയിൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് കോളേജുകളെ റേറ്റ് ചെയ്യുന്നുണ്ട്. കോളേജുകളെ യൂണിവേഴ്സിറ്റി ഒക്കെ റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ NIRF എന്നാണ് അറിയപ്പെടുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഇത് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, KIRF ആണ്. ഇത് 2025 പ്രകാരം ടോപ്പായിട്ട് കേരളത്തിലെ 10 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് എറണാകുളമാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സെന്റ് തെരേസാസ് എറണാകുളം ഉണ്ട്, വിമല കോളേജ് തൃശ്ശൂരുണ്ട്, സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരുണ്ട്, ഫറൂഖ് കോളേജ് കോഴിക്കോടുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, ഇത് ഗവൺമെന്റ് കോളേജാണ്. കൂടാതെ മെരിയൻ കോളേജ് ഇടുക്കി 7ാം സ്ഥാനത്തുണ്ട്. പിന്നെ SH തേവര എറണാകുളം ഉണ്ട്. പിന്നെ മാർ ഇവാനിയോസ് കോളേജ് തിരുവനന്തപുരം 9ാം സ്ഥാനത്തും, SB കോളേജ് ചങ്ങനാശ്ശേരി 10ാം സ്ഥാനത്തും. ഇതാണ് ടോപ്പ് 10 കോളേജുകൾ ഈ ഒരു റാങ്കിങ് അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭ്യമായിരിക്കുന്നത്. അപ്പം ഈ റാങ്കിങ് ഇവരെ എടുത്തേക്കുന്നത് കുറെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് ഇവരുടെ ഇവിടെ നൽകിയിട്ടുണ്ട്. KIRF പാരാമീറ്റേഴ്സ്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളുണ്ട്, അങ്ങനെ ഇവരുടെ റിസർച്ച്, ഔട്ട്റീച്ച്, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സിന്റെ ഒക്കെ ബേസിലാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഗ്രാജുവേഷൻ ഔട്ട്കം, GO എന്നുള്ളതാണ്. ഇവിടെയാണ് പ്ലേസ്മെന്റ് ആൻഡ് ഹയർ സ്റ്റഡീസ് വരുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ പ്ലേസ്മെന്റിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് ഈ PH കൊണ്ട് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ ഔട്ട്കമ്മിൽ തന്നെ പ്ലേസ്മെന്റ് ആൻഡ് ഹയർ സ്റ്റഡീസ്, ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള സ്ഥാപനം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഈ സൈറ്റിൽ തന്നെയുണ്ട്, താല്പര്യമുള്ളവർക്ക് അവിടെ പരിശോധിക്കാം. നമ്പർ 1 പൊസിഷനിൽ ഉള്ള കോളേജ് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. അതിന്റെ ഗ്രാജുവേറ്റ് ഔട്ട്കമ്മിൽ പ്ലേസ്മെന്റ് ഹയർ സ്റ്റഡി പോയിന്റ്സ് 27 ആണ് ഔട്ട് ഓഫ് 30. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലേസ്മെന്റിലേക്കും ഹയർ സ്റ്റഡീസിലേക്കും പോകുന്ന സ്ഥാപനം കേരളത്തിൽ തന്നെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയാനായിട്ട് പറ്റും. ഞാൻ മുൻപ് പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പോൾ അവർക്ക് 20-ൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, 30-ൽ 27 പോയിന്റ്സ് ആണ് നേടിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു അറിവിൽ നിന്ന് കൂടുതൽ കുട്ടികളും രാജഗിരിയിൽ
ഹയർ സ്റ്റഡീസിലേക്കൊക്കെയാണ് പോകുന്നത്. പ്രോഗ്രഷനാണ് കൂടുതലായിട്ട് കാണുന്നത്. പ്ലേസ്മെന്റ് അതിന് താഴെ നിൽക്കുന്നു. പിന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന കോളേജ് ഏതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ആ ടോപ്പ് 10ന്റെ PH വാല്യൂ നോക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും മെരിയൻ കോളേജ് കുട്ടിക്കാനം, ഇടുക്കി ജില്ലയിലുള്ള ഓട്ടോണമസ് കോളേജാണ്. അതിന് 30ൽ 23 പോയിന്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാനായിട്ട് പറ്റും, ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജാണ് മെരിയൻ കോളേജ് കുട്ടിക്കാനം എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്ലേസ്മെന്റിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിലാണ് റാങ്കിങ്ങിൽ PH പ്ലേസ്മെന്റ്സ് ആൻഡ് ഹയർ സ്റ്റഡിയിൽ കേരളത്തിൽ നമ്പർ 2 എന്ന് പറയാൻ കഴിയും. ഇനി എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നത്, പ്ലേസ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥാപനം മെരിയൻ കോളേജാണ് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് മെരിയൻ കോളേജിന്റെ പ്ലേസ്മെന്റ് ഡേയുടെ ഒരു പോസ്റ്ററാണ്. ഇത് 24-ാം തീയതി ഫെബ്രുവരി 2026 ഞങ്ങളുടെ പ്ലേസ്മെന്റ് പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. മുൻ AICTE അഡ്വൈസറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ രമേശ് ഉണ്ണികൃഷ്ണനൊക്കെ ആയിരുന്നു ചീഫ് ഗസ്റ്റ്. അതിന്റെ പോസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഫെബ്രുവരി മാസം തന്നെ 383 സ്റ്റുഡൻസ്, ഇപ്പം 400 കവർ ചെയ്തു, ഓൾറെഡി പ്ലേസ്മെന്റിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ തന്നെ നിങ്ങൾ നോക്കുക, ടോപ്പായിട്ടുള്ള കമ്പനികൾ EY, നമ്മളെ Big 4 എന്ന് വിളിക്കുന്നത്, ലോകത്തിലെ 4 മികച്ച കൺസൾട്ടൻസി കമ്പനികൾ EY, KPMG, ഡെലോയിറ്റ്, PwC. അതിൽ EYയിൽ തന്നെ 89 സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഡെലോയിറ്റിൽ 30 സ്റ്റുഡൻസ് ആണ്. അപ്പം 120ഓളം സ്റ്റുഡൻസ് Big 4 തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇതുകൂടാതെയാണ് TCSൽ ഒരു 40 പേര്. അത് കഴിഞ്ഞ് വീണ്ടും TCSൽ പ്ലേസ്മെന്റ്സ് നടന്നിട്ടുണ്ട്. കോഗ്നിസന്റ് പോലെയുള്ള ടോപ്പ് കമ്പനികൾ, അല്ലെങ്കിൽ ഇൻഫോസിസ്, ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയിലെ ടോപ്പ് IT കമ്പനികൾ, അല്ലെങ്കിൽ ടോപ്പ് ബാങ്കുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ളതൊക്കെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച പ്ലേസ്മെന്റ്, അതും നല്ല നമ്പേഴ്സ് ആണ് മെരിയൻ കോളേജിൽ നടക്കുന്നത് എന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നല്ല പേ പാക്കേജ്, അതാണ്ട് 15 lakh പെർ ആനം വരെ പേ പാക്കേജ് ഉള്ള കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4.5 lakhന് മേളിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒട്ടനവധി കുട്ടികൾ മെരിയൻ കോളേജിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പ്ലേസ്മെന്റ് ഡേയുടെ കുറെ പിക്ചേഴ്സ് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ഫെബ്രുവരി ഈ മാസം വരെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മുഴുവൻ ഹോണർ ചെയ്ത്, അവരെ വിളിച്ചിട്ട് ഹോണർ ചെയ്യുന്ന ഒരു ചടങ്ങാണ് കാണാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ വളരെ മികച്ച പ്ലേസ്മെന്റ് ഉള്ള കേരള ഗവൺമെന്റ് നോളജ് എക്കണോമി മിഷനൊക്കെ ഒരു പ്ലേസ്മെന്റിന്റെ മോഡലായിട്ട് കേരളത്തിലെ കോളേജുകളിൽ അവതരിപ്പിക്കുന്ന, ഞാൻ തന്നെ ഏതാണ്ട് 10ഓളം ജില്ലകളിൽ പോയിട്ട് ഞങ്ങളുടെ പ്ലേസ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുകയുണ്ടായി അതിന്റെ മോഡൽ. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള ഒരു കോളേജ് എന്ന് അവകാശപ്പെടാവുന്ന ഒരു കോളേജാണ് മെരിയൻ കോളേജ് എന്നുള്ളത്. ഇനി നമുക്ക് 3rd പൊസിഷനിൽ വന്നിരിക്കുന്ന കോളേജ് ഏതാണ് എന്ന് പരിശോധിക്കാം. ഞാൻ ഈ ലിസ്റ്റ് നോക്കിയപ്പോൾ ഈ PH പ്ലേസ്മെന്റ് ആൻഡ് ഹയർ സ്റ്റഡീസിൽ 3rd പൊസിഷനിലുള്ളത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും SH കോളേജ് തേവര, എറണാകുളത്തുള്ള ഒരു കോളേജാണ്. മുൻപ് NIRF റാങ്കിങ്ങിലൊക്കെ കേരളത്തിലൊക്കെ ടോപ്പിൽ വന്നിട്ടുള്ള ഒരു കോളേജാണ്. അവർക്ക് 21 പോയിന്റ്സ് ആണ് ഔട്ട് ഓഫ് 30 ലഭിച്ചിരിക്കുന്നത്. നോക്കുക, ടോപ്പ് 3 പൊസിഷനിൽ നമ്പർ 1 രാജഗിരി കോളേജ് എറണാകുളമാണ്, നമ്പർ 2 മെരിയൻ കോളേജ് കുട്ടിക്കാനം, നമ്പർ 3 SH കോളേജ് തേവര എറണാകുളം. ഇതുകൂടാതെ 4th പൊസിഷനിൽ ഏതാണ്ട് 4-5 കോളേജുകളുണ്ട്. അതിനകത്ത് തൃശ്ശൂര് സെന്റ് തോമസ് കോളേജ് ഉണ്ട്, അതേപോലെ സെന്റ് തെരേസാസ് എറണാകുളം ഉണ്ട്, അതേപോലെ വിമല കോളേജ് 4th പൊസിഷനിലുണ്ട്, SB കോളേജ് ചങ്ങനാശ്ശേരി, അതേപോലെ യൂണിവേഴ്സിറ്റി കോളേജ്. ഈ 5 കോളേജാണ് 4th പൊസിഷനിലുള്ളത്. പിന്നെ മറ്റ് കോളേജുകൾ പിന്നാലെയുണ്ട്. ഒരുപക്ഷെ ഈ NIRFന്റെ ടോപ്പ് 10ൽ വരാത്ത കോളേജുകളിൽ കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള കോളേജുകളുണ്ട്. എന്നാൽ അത് നമ്മളുടെ പഠന വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് പരിശോധിക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മികച്ച പ്ലേസ്മെന്റ് ഉള്ള കോളേജുകൾ. ഇതിൽ പലതും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ടോപ്പിൽ വരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം മെരിയൻ കോളേജിൽ ഏതാണ്ട് 624 പ്ലേസ്മെന്റ്സ് ആണ് നടന്നത്. അപ്പം അതും വളരെ മികച്ച കമ്പനികളിലെ EY, KPMG, ഡെലോയിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ജോലികളിലേക്ക് എത്താനായിട്ട് പറ്റി. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് കോളേജുകൾ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ.
നിങ്ങൾ ഒരു അഡ്മിഷൻ ഒക്കെ ആയിട്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സമീപിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ നടക്കുന്ന പ്ലേസ്മെന്റുകൾ, അതേപോലെ തന്നെ ആ സ്റ്റുഡൻസിന്റെ പ്രോഗ്രഷൻ, ഇതൊക്കെ പരിശോധിക്കുക. മറ്റ് ഫാക്ടേഴ്സിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇത് മാത്രമല്ല, നമുക്കറിയാം അധ്യാപകരുടെ ക്വാളിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് ഈ KIRF-ഉം NIRF-ഉം ഒക്കെയുള്ള റാങ്കിങ്ങുകൾ പരിശോധിച്ച് മികച്ച സ്ഥാപനങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ നാക്കിന്റെ ഗ്രേഡിംഗ് ഉണ്ട്, അതിൽ A++ ആണ് ഏറ്റവും ഹയർ ഗ്രേഡിംഗ്, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത് നമ്മുടെ കരിയറിൽ ഉയർച്ചയിലൊക്കെ എത്തുവാനായിട്ട് ഒരുപക്ഷെ സഹായകരമായിരിക്കും. അപ്പോൾ അതിന് സഹായകരമായ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒഫീഷ്യൽ സൈറ്റുകളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും മികച്ച ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.